എയ്ഡഡ് സ്കൂൾ അനധ്യാപക ജീവനക്കാരോടുള്ള സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരെയും എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ധർണ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലുള്ള ജീവനക്കാരോട്, അധ്യാപകരോട്, മിനിസ്റ്റീരിയൽ സ്റ്റാഫിനോട് നയമാണ് അതിനെതിരായി നടത്തുന്ന നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് സമ്പൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനെതിരായി, കേരള സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരായി നിങ്ങൾ നടത്തുന്ന ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഗ്രേഡ് സ്കെയിലിലെ അപാകത പരിഹരിക്കുക, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, 7 ഗഡു ക്ഷാമബത്തയുടെ 20% 130 മാസത്തെ DA കുടിശ്ശികയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരാണ് എയ്ഡഡ് സ്കൂൾ അനധ്യാപകർ. ASMSA സംസ്ഥാന പ്രസിഡന്റ് മൂന്നാസ് VP അധ്യക്ഷത വഹിച്ചു. MLA കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. NA നെല്ലിക്കുന്ന് MLA, M നൌഷാദ് MLA, സജീവ് ജോസഫ് MLA എന്നിവർ ധർണയിൽ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.